ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സുഹ്റാനാണ്. ഈസ് ഫ്രം കൊല്ലം അല്ലേ? എന്താ ഫുൾ നെയിം എന്താ? സുഹ്റാൻ ഷിബു. സുഹ്റാൻ ഷിബു. ഷിബു. ഓക്കെ. സുഹ്റാൻ ഇപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഫിഫ്ത്തിൽ. ഏത് സ്കൂളിലാ? കിങ്സിൽ. അതെവിടെയാ? കൊട്ടിയം. കൊല്ലം കോട്ടയം. കിങ്സ് നഗർ. ഓക്കെ. എന്താ ഏവിയേഷനെ പറ്റി ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞ് കേട്ടു, ശരിയാണോ? അങ്ങനെ എന്താ ഇഷ്ടം വരാൻ കാര്യം? വെറുതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് വെറുതെ നിന്നപ്പോൾ പെട്ടെന്ന് ഏവിയേഷൻ്റെ കൂടെ ഹുക്ക്ഡപ്പായി. എപ്പോഴാ അങ്ങനെ ആയത്? എത്ര ദിവസമായി? വർഷങ്ങളായ? ഓ, ഓക്കെ. എന്നിട്ട് എങ്ങനെയാ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചത്? യൂട്യൂബ് കണ്ടു, പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് സ്വന്തം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, പഠിച്ചു കാര്യങ്ങൾ. സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാം എനിക്കറിയുന്നതാണ്. എന്തിനാ ഈ എയർക്രാഫ്റ്റിനെ പറ്റിയുള്ളതാ? എയർക്രാഫ്റ്റിന്റെ പേരൊക്കെ അല്ല, പക്ഷെ അതിനെ കുറിച്ച് പഠിക്കുന്ന എയറോഡൈനാമിക്സ് അങ്ങനെ. പക്ഷെ അതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. ആണോ? അപ്പോൾ നമുക്ക് കുറച്ച് എയർക്രാഫ്റ്റിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ. ഇതേതാ എയർക്രാഫ്റ്റ്? സെസ്ന 172. സെസ്ന 172 എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയാമോ? പ്രൈവറ്റ് പ്ലെയിൻ. ആ, പിന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് പ്രൈവറ്റ് പ്ലെയിൻസ് ട്രെയിനിങ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നോണ്ട് കാർഗോന് ചിലപ്പോഴും യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ. പിന്നെ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും പഠിപ്പിക്കാൻ തന്നെ യൂസ് ചെയ്യുന്നത് അല്ലേ? പിന്നെ പ്രൈവറ്റ് വേർഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതേതാ എയർക്രാഫ്റ്റ്? AN-25 അറിയാം. AN-225 എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാം? ഇത് ബിഗസ്റ്റ് പ്ലെയിൻ ഇൻ ദ ഹോൾ വേൾഡ്. ബിഗസ്റ്റ് പ്ലെയിൻ ഇൻ ദ വേൾഡ് ആണോ? ഇപ്പൊ ഉണ്ടോ ഈ പ്ലെയിന്? ഇല്ല, അത് നശിച്ചു പോയി. എങ്ങനെയാ നശിച്ചത്? അത് എന്തോ റഷ്യ യുക്രൈൻ എന്ന ഒരു ഇങ്ങനെ വാറല്ല ഇത്. ഈ റഷ്യന് ഇത് വേണം, ഈ യുക്രൈനും മൊത്തം വേണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അടി ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ സ്ഥലം ബോംബായി. അതാണ് അത് നശിച്ചു പോയി. ഇപ്പൊ അത് റീബിൽഡ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പെക്റ്റഡ് ഈ ഒരു വർഷത്തിൽ ചിലപ്പം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന്റെ മൂന്ന് ഈ പ്ലെയിൻ. ഓക്കെ. ഇതേതാ എയർക്രാഫ്റ്റ്? അത് ബോയിങ് 787. ബോയിങ് 787 ഇത് വേറെ എന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ? ഡ്രീം ലൈനർ. യെസ്. ഓക്കെ. വേറെന്താ അറിയുന്നതിനെ പറ്റി? എത്ര എഞ്ചിനുണ്ട് ഈ എയർക്രാഫ്റ്റ്? ഏതൊക്കെയാ എഞ്ചിൻ? എഞ്ചിൻ എവിടെയാ ഇരിക്കുന്നത്? വിങ്സിന്റെ അടിയിൽ. തൊട്ട് കാണിക്കാമോ? ഓക്കെ. അടുത്ത്. ഓക്കെ. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേതാ എയർക്രാഫ്റ്റ്? A380 എയർബസിന്റെ. A380 ഏത് എയർലൈൻസ് ആണെന്ന് അറിയോ? ഇതേത് എയർലൈൻസാ? എത്തിഹാദ്. ഓക്കെ. പക്ഷേ ഞാൻ പറയുന്നത് ഇത്താഡ്. ഓക്കെ. എത്ര എഞ്ചിനാ ഉള്ളത്? 4. എവിടെയൊക്കെയാ? ഇവിടെ. ഓക്കെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് നമുക്ക് നോക്കിയാലോ? ഹാരിയർ. എന്താ അതിന്റെ പ്രത്യേകത? വിയറ്റോളാണ്. പിന്നെ ഇത് വിയറ്റോള്. ഇപ്പൊ ഇതിന്റെ മാക്സ് സ്പീഡ് ബിറ്റ്വീൻ 500 and 600. എന്താ 600? എന്താ 600 knots. ഓക്കെ, പെർഫെക്റ്റ്. എന്തായാലും വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് വിയറ്റോള് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ടേക്ക് ഓഫ്, പിന്നെ ഓൾസോ ലാൻഡിങ്. എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഹെലികോപ്റ്റർ പോലെയാണോ? ഹെലികോപ്റ്റർ നമ്മൾക്ക് വേണമെങ്കിൽ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണേ. അത് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയത്. റൺവേ ഇല്ലാതെ തന്നെ ലാൻഡ് ചെയ്യാൻ, ടേക്ക് ഓഫ് ചെയ്യാം. ഹെലിപാഡിലൊക്കെ. ഹെലിപാഡ് ഇതൊരു പ്ലെയിൻ, ഇത് ഹെലിപാഡിനല്ല ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് സാധാ ഹെലികോപ്റ്റേഴ്സിന്റെ കാട്ടി ഇത്തിരി വലുതാണ്. ഓക്കെ. സ്പീഡും കൂടുതലാണല്ലേ? സ്പീഡിൽ കൂടുതലാണ്. അതെന്തോ ഇപ്പൊ ഫാൻ കാരണം അത് പൊങ്ങി വരും. ഓക്കെ. അതെവിടെ പൊങ്ങുന്നറിയോ? ഇവിടെ പിന്നെ ഇവിടെ
ഇവിടെ ഒരു ഓപ്പണിംഗ് വന്നിട്ട് അല്ലേ? അത് ഫാൻ ഉണ്ടായിട്ട് അതിന്റെ എയർ ഫ്ലോ താഴെ വന്നിട്ട് അത് ഓക്കെ പെർഫെക്റ്റ്. പിന്നെ അത് ലൈറ്റ് എയർക്രാഫ്റ്റ്, ഇത്തിരി ലൈറ്റ് എയർക്രാഫ്റ്റ്. ആ 71 ബ്ലാക്ക് ബേർഡ്. എന്താ അതിന്റെ പ്രത്യേകത? ഇത് ഫാസ്റ്റസ്റ്റ് പ്ലെയിൻ എന്ന് കൂടുതലുണ്ട്. അത് ഫാസ്റ്റസ്റ്റ് പ്ലെയിൻ, എയർ ബ്രീതിങ് പ്ലെയിൻ. ഓ ഓക്കെ. ഇതിന് പ്രത്യേകം സ്പൈ പ്ലെയിൻ ആണ് ഈ യൂസ് എന്താ എയർ ബ്രീത്തിങ് എന്ന് പറഞ്ഞത്? എയർ ബ്രീതിങ് പറയുന്ന ഈ എൻജിൻസ് ഇല്ലേ, എൻജിൻസ് ആയപ്പോ ഇത് എയർ എടുത്തിട്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യുന്നത്. അത് കാരണം ഇത് ശരി. അടുത്ത് നമുക്കൊരു റിട്ടയർഡ്. യെസ് ഓക്കെ. ഇത് ഹോണ്ടയുടെ ഏതാ? ഹോണ്ട ജെറ്റ്. ഹോണ്ടയുടെ ജെറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലെയിൻ. പ്രൈവറ്റ് ജെറ്റ് ആണോ? പ്രൈവറ്റ് ജെറ്റ്. ഇത് അറൌണ്ട് 50 million. ഓ ഓക്കെ. USD ആണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതാ എയർക്രാഫ്റ്റ് എന്ന് പറയാമോ? ARJ-21. ഓക്കെ. ഇതാരാ ഇറക്കിയെന്നറിയോ? ചൈന. കോമാക് ചൈനയുടെ എന്തോ ഇപ്പം പ്ലെയിൻ മാനുഫാക്ചർ കോമാക്. ഓക്കെ. എയർബസിനെയൊക്കെ കോപ്പി അടിച്ചാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, ശരിയാണോ? ചില ഇപ്പം A320 എടുത്ത് കോപ്പി അടിച്ചു. അത് C900 ആണ്. C19 എന്നല്ലേ? ഇത് ലാസ്റ്റ് വർഷം. ഇത് A320. എയർബസ് A320 ആണോ? എത്ര എഞ്ചിനുണ്ട്? ഏതൊക്കെയാ? ഇത് ഓക്കെ. മോന് എയർക്രാഫ്റ്റിന്റെ പാർട്സിന്റെ ഒക്കെ പേരറിയോ? ഇതെന്താ ഈ ബോഡിക്ക് പറയുന്ന പേരെന്താ? ഫ്യൂസലാജ്. ഓക്കെ. അടുത്ത് ഇതെന്താ ഈ രണ്ട് സാധനം? വിങ്. ഓക്കെ. ഇതോ? റഡർ. റഡർ ഇവിടെ അല്ലേ വരുന്നത്? റഡർ ഇവിടെ. അപ്പൊ ഇതോ? അതിന്റെ ടെയിൽ വിങ്. ഇതെന്താ? ഇത് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ. ഓ പെർഫെക്റ്റ്. അടുത്ത അതിന്റെ പുറകിൽ വരുന്ന സാധനം? അത് എലിവേറ്റേഴ്സ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ സ്റ്റിയർ ചെയ്യാനായിട്ട്. സൈഡിലൂടെ തിരിയാണോ? പിന്നെ മാളില്. ആ ഓക്കെ. ക്ലൈംബ് ചെയ്യാനും ഡിസെൻഡ് ചെയ്യാനും ആണോ? പിച്ച് കൺട്രോൾ എന്ന് പറയും ആണോ? പിച്ച് ഇതിന് ഒരു സാധനം ട്രിം ഉണ്ട്. ട്രിം ഉണ്ട്. ഓക്കെ. അടുത്ത് ഇതെന്താ പറഞ്ഞ? റഡർ. എന്തിനാ ഉള്ളത്? അത് പ്ലെയിന് എന്തോ ഈ സൈഡ് സ്റ്റിയർ ചെയ്യണം. ഓക്കെ. അടുത്ത് ചരിക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനം ഉണ്ടോ? എലിവേറ്റേഴ്സ്. എന്തോ അതെങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയോ? അത് ഇപ്പം ഈ പൈലറ്റ് ഇതാണ് ഇങ്ങനെ പൈലറ്റിന്റെ ജോയ്സ്റ്റിക് അല്ല എന്തോ അതിന്റെ യോക്ക്. ഓക്കെ. ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോകുമ്പോ ഇത് പൊങ്ങും, ഇത് താഴെ പോകും, ഇത് പൊങ്ങും. അങ്ങനെ വന്നിട്ട് അങ്ങനെ അത് കാരണം പ്ലെയിനിന് റൊട്ടേറ്റ്. അടുത്ത ലാൻഡിംഗ് ഗിയർ എവിടെ ആയിരിക്കുന്നത്? അത് കാണാലോ, ഇവിടെ കാണാലോ. വീലിനാണോ ലാൻഡിംഗ് ഗിയർ എന്ന് പറയുന്നത്? ലാൻഡിംഗ് ഗിയർ ഇവിടെ. ഓ അതാണോ? ലാൻഡിംഗ് ഗിയർ ബേ. അതിന്റെ ഇതൊരു ലൈൻ ഉണ്ട്. ലൈൻ അല്ല, ഇങ്ങനെ ഓക്കെ ശരി. അടുത്ത ഫ്ലാപ്സ് എന്താ? ഫ്ലാപ്സ് ഇതാണ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? അത് എന്തോ ലോ സ്പീഡ് പോവാനുണ്ട്. ടേക്ക് ഓഫില് ഹാഫ് ലാൻഡ് ചെയ്യുമ്പോ ഫുൾ ഫ്ലാപ്സ്, അതിന്റെ കൂടെ സ്ലാറ്റ്. ഓക്കെ. അപ്പൊ സ്പീഡ് പെട്ടെന്ന് കുറയും ആണോ? അതിന്റെ കൂടെ സ്പോയിലേഴ്സ് ഉണ്ട് ലാൻഡ് ചെയ്യുന്ന സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിട്ട്. ഇത്തിരി കൂടെ കുറയ്ക്കാൻ. ഓക്കെ. അടുത്ത ഇതെന്താ ഈ സൈഡിൽ ഇങ്ങനെ പൊങ്ങി വയ്ക്കുന്ന വിംഗ്ലെറ്റ്? അതെന്തിനാ? അതൊക്കെ ഇപ്പൊ എയറോഡൈനാമിക്കിന് ഇത്തിരി ഇഫിഷ്യൻസി ഉള്ളത്. എഫിഷ്യൻസി വരാം. വേറൊരു ആവശ്യമുണ്ട്. എന്താണെന്നറിയോ? ലൊക്കേറ്റ് അടിയിലെന്നുള്ള ഹൈ പ്രഷർ എയർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ മുകളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്
തടയാനും കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ വിംഗ്ലെറ്റ്സും ഷാർട്ട്ലെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സാധനം നോക്കാം. ഇതെന്താ സാധനം? പ്രൊപ്പല്ലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് ത്രസ്റ്റ് ക്രിയേറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ത്രസ്റ്റ് എയർ ഫ്ലോ ബാക്കിൽ കൊണ്ടുവരും. ഈ സെസ്ന 172 ഓക്കെ, നോക്കാം. ഇതിന്റെ പ്രൊപ്പല്ലർ ഇത്തിരി സ്ലാൻഡഡ് ആണ്. ഇത് സ്ലാൻഡഡ് കാരണം എയർ ഇങ്ങനെ ബാക്കിൽ പോകുമ്പോൾ ഈ വിങ്സ് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങും. പിന്നെ ഇത് ത്രസ്റ്റിന്റെ മെയിൻ ഫാക്ടറാണ്. നമുക്ക് ത്രോട്ടിൽ നമ്മൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ത്രസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും ആണോ? അതിന്റെ സ്പീഡ് കൂടും. പക്ഷെ അതിന്റെ പ്ലെയിനിന് അങ്ങനെ ഫുൾ സ്പീഡ് പോകാനായിട്ട് പാടില്ല. നിങ്ങൾ എൻജിൻ ഓവർ സ്റ്റോപ്പ്. ഓ ഓക്കെ, അപ്പം അതിനൊരു പർട്ടിക്കുലർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ ആണോ? ഓക്കെ, ഇതിപ്പോ വുഡല്ലേ? വുഡില് പ്രൊപ്പല്ലറൊക്കെ ഉണ്ടോ? വുഡില് പ്രൊപ്പല്ലർ ഉണ്ടാക്കും? ബോട്ട്സ് ഉണ്ട്. എന്താ എയർക്രാഫ്റ്റിന് ഉണ്ട്, അത് ചില എയർക്രാഫ്റ്റുകൾക്ക് ഉണ്ട്. ഓക്കെ, ഏതൊക്കെ എയർക്രാഫ്റ്റ്? കുറേ അധികം എയർക്രാഫ്റ്റുകളിൽ വുഡിലും പ്രൊപ്പല്ലർ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ എയർക്രാഫ്റ്റുകളിലൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ഇപ്പം കൂടുതലായിരിക്കും അല്ലേ? അല്ലേ, താഴെ പോകുമ്പോ ഇത് പൊട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ കോക്പിറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളുടെ അപ്പൊ ഞാൻ ഓരോന്നോരോന്നേരം കാണിച്ചു നമ്മൾ ഏതാണെന്ന് പറയാൻ പറ്റുമോ? എന്താ സാധനം? ഇതിന്റെ ഇപ്പം ഡിഗ്രീസ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ നാവിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് നാവിഗേഷൻ സിസ്റ്റം അല്ലേ? കമ്പസ് പോലെ അല്ലേ? ഓക്കെ, നമ്മളതിന് റേഡിയോ മാഗ്നറ്റിക് ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയും. ഓക്കെ, കോമ്പസ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇതെന്താ സാധനം? സ്പീഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇപ്പം ഈ ഒരു പ്ലെയിനിന് ഇങ്ങനെ ക്രോസ് സെൻസിനുള്ള സമയത്ത് ഇങ്ങനെ ചാരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മള് പൈലറ്റ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ എന്ന് ചെയ്യും. അതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്ലൈംബ് ചെയ്യാൻ ഡിസെൻഡ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ളതാണോ? എത്ര ക്ലൈംബ് ചെയ്ത് എത്ര ഡിസെൻഡ് ചെയ്ത് അതറിയാമുള്ളതല്ലേ? സ്പീഡ് ഇൻഡിക്കേറ്റർ അല്ലെ? ക്ലൈംബ് റേറ്റ്, ഡിസെൻഡ് റേറ്റ്. ക്ലൈംബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത്, ഡിസെൻഡ് ഇറങ്ങി അതിന്റെ സ്പീഡ് അറിയാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, അടുത്ത ഇതെന്താ? ഇങ്ങനെ ക്രോസൻസ് നോക്കുന്ന ഒരു സാധനം. ഇതെന്താ സാധനം? അല്ല, ഇങ്ങനെ ബാങ്കിങ് നോക്കാൻ. ബാങ്കിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകുമ്പോ അതൊരു അലാറം ഉണ്ടാകും. കാരണം അങ്ങനെ പോവാനായിട്ട് പാടില്ല. ഇതെന്താ സാധനം? അത് എയർ സ്പീഡ് നോട്ട്സ്. അതൊക്കെ ഇതിപ്പം ഇത്രയും പോവാണെങ്കിൽ ഇപ്പം ഇത്രയും എയർ സ്പീഡിൽ പോകും. ഫുൾ ആണെങ്കിൽ ഇത് ഫുൾ എയർ സ്പീഡിൽ പോകും. അപ്പൊ എത്ര സ്പീഡിൽ പോകും നോക്കാൻ വേണ്ടിയുള്ളത് ആണോ? അതിന് നമ്മളിപ്പം കൂടുതൽ പോയി അലാറം ഉണ്ടാവും. വീണ്ടും ഓവർ സ്പീഡിങ് അലാറം. ഇതെന്താ സാധനം? ഇത് പിന്നെ ഇതിന്റെ കൂടെ ലോ സ്പീഡ് ഉണ്ട്. ഇത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ്. എത്ര ഹൈറ്റ് നമ്മൾ പോകുന്നത് അറിയാൻ വേണ്ടിയാണ്. ഇതിന്റെ മാക്സിമം ഇപ്പൊ എയർലൈൻസിന്റെ മാക്സിമം ആൾട്ടിറ്റ്യൂഡ്സ് 50,000, 30,000, 40,000 അവിടെയാണ് കമേഴ്ഷ്യൽ. ഇതെന്താ സാധനം? ഇതെന്താ ആറ്റിറ്റ്യൂഡ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മള് ഗ്രൗണ്ട് ലെവല് നോക്കും. ഗ്രൗണ്ട് ലെവല് ഇപ്പം താഴെ ആണെങ്കിൽ ഇത് ഇപ്പൊ ഈ ഒരു സാധനം സാൻഡില്ല, ഇത് ഗ്രൗണ്ട് പോയിന്റ് ചെയ്യും. മേളി പോവാണെങ്കിൽ ഇത് സ്കൈയില് പോയിന്റ്. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരി. അടുത്തേ നമുക്കൊരു സിമുലേറ്റർ നോക്കിയാലോ? ഈ സാധനം എന്താ ഇത് ഏതിന്റെ ആണെന്ന് അറിയാമോ? ഏത് കമ്പനിയുടെ ആണെന്ന് അറിയാമോ? അറിയാം. Xbox ഇവിടെ ഉണ്ട്. അതല്ലടാ, ഏത് എയർക്രാഫ്റ്റിലാണ് ഇത് യൂസ് ചെയ്യുന്നത്? ബോയിങ് ആണോ? ഓക്കെ. ഇതെങ്ങനെയാ, എന്താ അതിന്റെ യൂസ്? ഇത് സ്റ്റീർ ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ? ഓക്കെ. പിന്നെ ഇത് പൊക്കാന് ഡിക്രീസ് ചെയ്യാന് ഇതൊക്കെ യൂസ് ചെയ്യും. ഇപ്പൊ ഇടത്തോട്ട് തിരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇടത്തോട്ട് ഇങ്ങനെ ബാങ്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. വലത്തോട്ടാണെങ്കിലോ?
നീ ക്ലൈംബ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഹൈറ്റ് കൂടണമെന്നുണ്ടെങ്കിലോ പുള്ള് ചെയ്യണം. ഓക്കെ. അടുത്ത ഹൈറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഇതിന് അലാറം ഉണ്ട്. ഇങ്ങനെ സ്ലോ ഇങ്ങനെ പുള്ളപ്പ് ടെറിയൻ ഉണ്ടായപ്പം പുള്ള് ചെയ്യണം അപ്പോഴൊക്കെ. ഓക്കെ. അടുത്ത ഡിസെൻഡ് ചെയ്യാനാണെങ്കിലോ പുഷ് ചെയ്താൽ മതി. ഷുവർ? ഷുവർ. ഓക്കെ. അടുത്തിനി നമുക്ക് വേറെ സാധനം നോക്കിയാലോ? ഇത് അല്ല ഇത് അത് ജെറ്റ് എൻജിൻ ടർബൈൻ. അത് കുഴപ്പമില്ല. അത് ഓക്കെ. എന്താ സാധനം? ജെറ്റ് എൻജിൻ. എഞ്ചിനാണോ? എൻജിൻ. ഇതിന്റെ എക്സാക്ട് അല്ല, പക്ഷെ എൻജിൻ ഇങ്ങനെ പ്രൊപ്പല്ലർ ഇങ്ങനെ സാധനം തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിന്റെ പാർട്സ് ഏതെങ്കിലും അറിയോ? അത് ഇതെന്താ അത് അറിയില്ല. നിങ്ങൾ പറയട്ടെ ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഇതിന്റെ ഫ്രണ്ടും ബാക്കും അറിയോ? എവിടെയാ ഫ്രണ്ട്? എവിടെ ആണോ അതോ ഇവിടെയാണോ ഫ്രണ്ട്? ഇവിടെ ഫ്രണ്ട് ബാക്ക്. ഒന്നുകൂടെ നോക്കാമോ? ഫ്രണ്ട് അങ്ങനെ ഇത് ആ ടൈപ്പ് എഞ്ചിൻ അല്ലടാ. ഇത് ടർബോ ജെറ്റ് എന്ന് പറയും. ടർബോ ജെറ്റ് ഇത് ചെറിയ ടൈപ്പ് എഞ്ചിൻ. ഇപ്പം മറ്റേ ഹോണ്ട അതുപോലെ യെസ് അതിലൊക്കെ വരുന്ന എടുക്കണോ? അല്ല, ഹോണ്ട ജെറ്റിന്റെ എഞ്ചിൻ മോസ്റ്റ്ലി യൂസ് ചെയ്ത് പ്രൈവറ്റ് ജെറ്റ്സിന്. അത് ഈ ചെറിയ കമേഴ്ഷ്യൽ എയർലൈൻസ്. വലിയ എയർക്രാഫ്റ്റിനൊക്കെ ഏത് എഞ്ചിനാണ് വരുന്നത്? അത് റോളക്സിന്റെ പ്രാറ്റം വെഡ്നിയുടെ ആണോ? അല്ല, പക്ഷേ റോളക്സ് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം അത് വാച്ചിന്റെ കമ്പനി. പക്ഷെ റോൾസ് റോയ്സും പിന്നെ പ്രാഡൻ വെഡ്നി പിന്നെന്തോ CFM അല്ലാതെ എന്താ അത് മറന്നു. ഇതെന്തോ ജനറൽ ഇലക്ട്രിക്. ഇനിയുണ്ട്. ഓക്കെ. അപ്പൊ എഞ്ചിന്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് പറയൂ. ഇൻലെറ്റും ഔട്ട്ലെറ്റും. ഇത് ഫ്രണ്ട്. ഓക്കെ. ഇത് ബാക്ക്. ഓക്കെ. അതെങ്ങനെ അറിയാൻ പറ്റും? കാരണം എന്താ ഇവിടെ ഒരു കോണുണ്ട്. അത് വരാൻ പാടില്ല ഫ്രണ്ടില്. അത് ഫ്രണ്ട് വരില്ലല്ലോ. വരാൻ പറ്റൂല. പക്ഷെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു കോണുണ്ട്. അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഇപ്പം ഗ്രൗണ്ട് ആ കോണിന് എന്താ പറയുന്നത്? അത് എന്തോ എഞ്ചിൻ റൺ ചെയ്യണം. സ്പിന്നർ എന്ന് പറയോ? സ്പിന്നറോ? അത് സെസ്നയിലുണ്ടോ ഈ സ്പിന്നർ? സെസ്നയിൽ സ്പിന്നർ ഉണ്ടോ? എവിടെയാ ഇരിക്കുന്നത്? ഇവിടെ. പക്ഷെ അത് കാണാം. ഇതിന്റെ ആവശ്യമില്ല. കാണാം. ഈ പ്രൊപ്പല്ലർ ഇപ്പൊ ഇത് നേക്കടല്ലേ ഇപ്പം ഇത് കാണാമല്ലോ. ഇത് സ്പിൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയാണ് സ്പിന്നർ. ഇതിന്റെ സ്പിന്നർ അതാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ സംശയം ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്താ സംശയം? ഇതെന്തോ ഇതിന്റെ ടൈലിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതിന്റെ ടൈലിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ടൈല് വാലിന് പ്രത്യേകമുണ്ട്. ഇത് ബിഗ് ആയപ്പോ ഇത് ഇവിടെ 2 ടെയിൽ വിങ്സ് ഉണ്ട്. 2 റഡർ ഉണ്ടല്ലേ? രണ്ട് റഡർ ഉണ്ട്. ഇത് പണ്ടത്തെ AN-225 റഷ്യയാണ് ഓണർ. അത് ഫ്രാൻസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത്. ഇതിന്റെ മെയിൻ പേർപ്പസ് അപ്പോഴത്തെ കാലത്തിൽ മെയിൻ പേർപ്പസ് ബുറാം സ്പേസ് ഷട്ടിൽ എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. കാരണം അവര് ഇത് USA ഇല്ലേ, അതിന് 747 ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കാരണം അവര് വിചാരിച്ച ഇത് കോപ്പി ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചില്ല. അവിടെ ഉണ്ടാക്കി. കാരണം അവർക്ക് ഇത്തിരി ഇങ്ങനെ സ്പേസ് റേസ് ഉണ്ട് അപ്പോഴത്തെ കാലത്തില്. പിന്നെ ഇത്തിരി ജലസ് ഉണ്ടായിരുന്നു അവിടെ US-ൽ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി. ആ ടൈലിന് പറഞ്ഞ ഹെച്ച് ടൈൽ എന്നാ പറയാ. ഹെച്ച് ടൈൽ അതിന് അങ്ങനെ പറയുന്നത് അറിയോ? ആ ടൈലിന് കാണുമ്പോ ഒരു ഹെജിന് പോലെ ഇരിക്കുന്നു. ഹെച്ചിനെ പോലെ ഇരിപ്പുണ്ടോ? ഹെജില്ല എന്തോ വെജിനെ പോലെ ഇവിടെയാണ് വെജിനെ പോലെ ഇരിക്കുന്നത്. പിന്നെ ഹെജ് ടൈൽ ഹെച്ച് എന്നാ പറയാ. മോന് ഫ്യൂച്ചറിൽ എന്താവാൻ ആഗ്രഹം? പൈലറ്റ്. എന്താ എന്തിനാ പൈലറ്റ് ആവാൻ ആഗ്രഹം? എന്താ ഫ്രീ ട്രാവല്. ആരാ പറഞ്ഞ പൈലറ്റ് ആവാനാണ് ആഗ്രഹം?
ആരും പറഞ്ഞില്ല. ഞാൻ ഡിസൈഡ് ചെയ്തു. പിന്നെ അതിന്റെ പൈസ 2000 അത് 200,000 USD അങ്ങനെ പറഞ്ഞിട്ട് ഇത്തിരി കൂടെ പൈസ ചിലവാക്കാൻ പറഞ്ഞിട്ട്. അല്ല, പൈസ അത് നമ്മൾക്ക് കൂടുതലായിട്ട് തരും. അതാണ് എനിക്ക് ബാക്കിയെല്ലാം. പിന്നെ എനിക്ക് പ്രൈവറ്റ് പ്ലെയിൻ എടുത്ത് അഫോർഡ് ചെയ്തിട്ട് എനിക്കിന്ന് എവിടെയെങ്കിലും പോയെന്ന് പറപ്പിക്കാൻ പറ്റും. പക്ഷേ റൺവേ ആണ് ഇവിടെ കൊല്ലത്തില്. ഇല്ല, പക്ഷെ അവിടെ എന്തോ എയർ ഷോ ഉണ്ട്. എയർ ഷോ അവിടെ കൊല്ലം അറിയാം. ആ സമ്മ മൈതാനം. പക്ഷെ അതിന് ഇത്തിരി മുമ്പ് എയർ ഷോ ഉണ്ടായിരുന്നു. എയർ ഷോയുടെ മിലിറ്ററി എന്ന ജെറ്റ്സിനെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു. ചില ജെറ്റ്സ് ഒക്കെ അവിടെ ലാൻഡ് ചെയ്തിട്ടാണോ ചെയ്തത്. പക്ഷെ അസം മൈതാനത്തിൽ ഇപ്പം VIP ഹെലിപാഡ് ഉണ്ട്. ഹെലിപോർട്ട് ഉണ്ട്. ഹെലിപോർട്ട് ഗ്രൗണ്ടിലുള്ള ഹെലിപാഡ്സ് ഒക്കെയാണ്. ഹെലിപാഡില് ലാൻഡ് ചെയ്യുന്ന ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു എച്ചിനും അവിടെ നിന്ന്. പക്ഷെ ഹെലിപാഡ് ബിൽഡിങ്സിന് മുകളിലുള്ള ഹെലിപാഡ്. ബിൽഡിങ്സിന് മുകളിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യില്ല, അതാണ് ഹെലിപാഡ്. കപ്പലിന്റെ മുകളിലൊക്കെ ആണെങ്കിലോ? കപ്പലിന്റെ മുകളിലും എയർക്രാഫ്റ്റ് കാരിയർ അതിന് എന്തോ വിയട്ടല്ലോ. അല്ല, അതിലും ഹെലിപാഡ് ഉണ്ടാവില്ലേ? ചിലതൊക്കെ അല്ലേ എന്തോ ഇപ്പം എന്റെ ചോദിച്ചത് ഹെലിപാഡ് കപ്പലിലൊക്കെ ഉണ്ടാവുമോ? ബോട്ടില് ഉണ്ടാവും. അത് ഹെലിപാഡ്. അതിന് പേര് അത് ഹെലിപാഡ് തന്നെയാണ്, ഹെലിപോർട്ട് അല്ല. ഓക്കെ. അപ്പോ ആഗ്രഹം പൈലറ്റ് ആവാനാണ് അല്ലേ? പക്ഷെ എനിക്ക് എന്റെ ആഗ്രഹം ഒരു വിയറ്റോ അല്ല പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ. കാരണം അതിന്റെ സ്പേസ് സ്പേസ് പക്ഷെ ഇപ്പോഴത്തെ കാലത്തില് ബോയിങ്ങിന് ഇത്തിരി കൂടെ കുറച്ച് കൂടെ കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ്സ് ഉണ്ട്. പക്ഷെ അത് യഥാർത്ഥമായിട്ട് അവിടെ പ്രോബ്ലം അല്ല. അവിടെ ചിലതൊക്കെ അവിടെ പ്രോബ്ലം. പക്ഷെ മിക്കതൊക്കെ പൈലറ്റ് എറർ കാരണമാണ് പ്രോബ്ലം. ഇത് നിയോ ആണോ? ഇത് നിയോ. ഇത് ഫ്യൂൾ എഫിഷ്യൻസി ഉള്ള പ്ലെയിൻ ആണ്. ഈ 737 മാക്സ് 9 8. പക്ഷെ മാക്സ് 9 ഇപ്പോഴത്തെ കാലത്തിൽ ഗ്രൗണ്ടഡ് ആണ്. കാരണം ഇങ്ങനെ ഇപ്പം അവര് ഡിസൈഡ് ചെയ്തപ്പം എയർക്രാഫ്റ്റ് ഇങ്ങനെ എപ്പോഴും താഴെ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അതാണ് അവരൊരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് ഈ എയർക്രാഫ്റ്റിന്. അതായത് ഇങ്ങനെ എയർക്രാഫ്റ്റിന് സ്ട്രേറ്റ് വരണം. പക്ഷെ ലൈൻ എയറാണ്. പക്ഷെ അതിന്റെ നമ്പർ ഏതാണ് മറന്നത്. എനിക്ക് 6138 ആണെന്ന് തോന്നുന്നു നമ്പർ. എനിക്ക് അറിഞ്ഞത് ഫുള്ളി. പക്ഷെ അതിന്റെ ഇങ്ങനെ എന്തോ ആംഗിൾ ഓഫ് അറ്റാക്ക് ഇങ്ങനെ നോക്കൂലേ, അതിന്റെ സിസ്റ്റം മാൽ ഫങ്ഷൻ ആയിട്ട് അത് താഴെ പോയിട്ട് അത് പോയപ്പം പിന്നെ കൊറേ മിക്ക ഗ്രൗണ്ട് ചെയ്തു. ഇപ്പൊ അവരത് ശരിയാക്കിട്ട് വീണ്ടും പുറത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പൊ എയർക്രാഫ്റ്റിനെ ശരിയാക്കിന്നാണല്ലോ പറയുന്നത്. ശരിയാക്കാന് ആയി വരുന്നു അവിടെ. പക്ഷെ 737 അവര് ഫ്യൂൾ എഫിഷ്യൻസി നോക്കുന്നില്ല. പക്ഷെ ഇത് എന്തായാലും ഇതിന് ഫ്യൂൾ എഫിഷ്യൻസി ഉണ്ട്. പിന്നെ ഇതിനോട് സ്പെഷ്യൽ ആയിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഡിം ആയിട്ട് ഇങ്ങനെ വിൻഡോസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ചില ഇങ്ങനെ ഫോൾഡബിൾ വിംഗ്ലെറ്റ്സ് ഉണ്ട്. അത് ആവശ്യം കാണും. ഇപ്പൊ എയർ പ്രഷർ ഇപ്പം ഇത്തിരി മുമ്പ് പറഞ്ഞതല്ലേ, എയർ പ്രഷർ അങ്ങനെയല്ല വന്നത്. എന്തിനാ വന്നതെന്നറിയോ? ചില എയർപോർട്ടില് ഇതിന്റെ വിങ്സിന്റെ സൈസ് ഒരുപാട് കൂടിയപ്പോഴേക്കും അതിനെ വളയ്ക്കാനൊക്കെ പാടായിപ്പോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്പേസ് സേവിങ് കൂടെ ചെയ്യാം. ഗ്രൗണ്ടിൽ വരുമ്പോ സ്പേസ് സേവ് ചെയ്യാം. അല്ല, ഇതിപ്പോ ചില എയർപോർട്ട്സ് ഇത് ഭയങ്കര ചെറുതാണ്. കാരണം ആ എയർപോർട്ട്സ് ഈ A380
വെച്ചേക്കാം. ഓക്കെ. അതാണ് ഞാൻ മെയിൻ ഫാക്ടർ പറയുന്നത്. വലിയ എയർപോർട്ട്, ചെറിയ എയർപോർട്ട് അല്ല. ഇപ്പം ബോയിങ് 797 ഒരു പ്ലെയിൻ ഇപ്പോഴും ഡെവലപ്മെന്റിലുള്ള അത് ഇപ്പൊ അതിന് വിൻഡോസ് വരാനായിട്ട് ചിലപ്പോഴുണ്ട്. ക്ലോസ് ചെയ്യുന്നു വിൻഡോസ്, ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യുന്നു. പിന്നെ അതിന് ഫോൾഡബിൾ വിംഗ്ലെറ്റ്സ് ഉണ്ട്. പക്ഷെ മെയിൻലി 787 പോലെയാണ്, പക്ഷെ ഇത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഇത്തിരി കൂടെ ഫ്യൂൾ എഫിഷ്യൻസി ആണ്. പക്ഷെ A320 കാട്ടി ബീറ്റ് ചെയ്യില്ല ഒറ്റപോലെ. A320 ബെസ്റ്റ് ഇങ്ങനെ ഫ്യൂൾ എഫിഷ്യന്റ്. പിന്നെ പാസഞ്ചേഴ്സിന് അത്രയും കെയർ ചെയ്യാം. അത് കാരണം ഇപ്പം മിക്ക എയർലൈൻസ് എയർബസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഈ A380 എമിറേറ്റ്സിന് ഉണ്ടായിരുന്നു. അതൊക്കെ അല്ല ഇപ്പൊ ലാസ്റ്റ് A380 എമിറേറ്റ്സിന്റെ കയ്യിൽ കൊടുത്ത എയർബസ്. പിന്നെ അത് റിട്ടയർഡ് ആയി. പക്ഷെ എമിറേറ്റ്സിന്റെ എന്തോ ഇത്തിരി കൂടെ ആർത്തി ഉണ്ട് A380. അത് കാണാൻ ഇപ്പൊ എയർബസ് റിട്ടയർഡ് അൺറിട്ടയർഡ് ആക്കും. വീണ്ടും ഇറക്കുന്നുണ്ട്. ഇപ്പൊ ഈ 747 മോഡൽ ഉണ്ട്. 747 മോഡൽ ഇല്ല അവിടെ ഉണ്ടോ? അല്ല, 747 ഇപ്പം കാണിച്ചു തരാനായിട്ട് എന്തൊക്കെയാണ് ഇപ്പം ട്വിൻ സെറ്റ് ആക്കാൻ നോക്കുന്നത്. ഇപ്പം പോയി അതിന്റെ ഒരു പറയില്ല, യഥാർത്ഥമായിട്ട് നമ്മൾ കാണുന്നില്ല, പക്ഷെ പറയുന്നു മിക്കവരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഏവിയേഷൻ വിശേഷങ്ങൾ അല്ലേ? അപ്പൊ മോന്റെ ആഗ്രഹം പൈലറ്റ് ആവാനാണ്, ആണോ? അപ്പൊ എങ്ങനെയാ പൈലറ്റ് ആവുന്നത്? പൈലറ്റ് ലൈസൻസ് എടുത്തിട്ട് മെഡിക്കൽ നോക്കുന്നുണ്ട്, മെഡിക്കൽ ചെക്കപ്സ്. പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ അമ്മാനല്ലേ, ഞാൻ പിടിക്കും. പക്ഷെ എന്ത് പിടിക്കാനായിട്ട് പറ്റില്ല, കാരണം കുഴയും. അതാണ് അത് പിടിക്കുമ്പോ അത് ഇങ്ങനെ മിസ്സിങ് ടയർഡ് ആവുമ്പോ ഇങ്ങനെ പ്ലെയിനിൽ ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല. ഇപ്പം പാകിസ്ഥാൻ എയർലൈൻ അറിയാം, അതിപ്പോ ഒരു പ്രോബ്ലം വന്നു. കാരണം ഈ റംസാൻ ഇപ്പം പൈലറ്റ് അത് കൊണ്ടുകൊണ്ട് അത് പ്ലെയിൻ ക്രാഷ് ആയി. ആ റംസാൻ കാരണം ടയർഡ് ആവുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂല. അത് കാരണം ഇപ്പൊ ഒരു സ്ട്രിക്ട്ലി വെച്ചിട്ടുണ്ട്. ഇപ്പൊ റംസാൻ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ആ പൈലറ്റിന് അപ്പോഴേക്ക് പ്ലെയിൻ ഫ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ പൈലറ്റ് ആവുന്നത്, അതോ പ്ലസ് 2 കഴിഞ്ഞിട്ടോ? പ്ലസ് 2 എന്താണെന്ന് അറിയോ, ഇത്തിരി കൂടെ കോളേജ് കഴിഞ്ഞിട്ട് നമ്മ പഠിക്കുന്ന അതല്ലേ എളുപ്പം. പ്ലസ് 2 കഴിഞ്ഞിട്ട് ചേർന്ന എളുപ്പം. എന്റെ സിസ്റ്ററിന്റെ ഇഷ്ടമുള്ള ഹോബി എന്താണെന്നറിയോ? ഏവിയേഷൻ അല്ല, F1 ഫോർമുല 1 കാർ റേസിംഗ്. അതിനെ കുറിച്ച് ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്തില്ല, പക്ഷെ ഏവിയേഷൻ ആണ് എന്റെ മെയിൻ ഹോബി. കൂടുതൽ അല്ല, ഇപ്പോഴത്തെ കാലത്തില് എന്റെ ഏവിയേഷൻ ഇപ്പൊ അറിയാം എല്ലാം ചിലർക്ക് അറിയുന്നത്. കാരണം മിക്കതൊക്കെ അറിയുന്നത് അത് കാരണം എനിക്ക് ഇത്തിരി സ്വിച്ച് ആവുന്നുണ്ട്. പക്ഷെ എന്തായാലും എന്റെ ആഗ്രഹം പൈലറ്റ് കാരണം പെട്ടെന്ന് ഹോബീസ് എല്ലാം എടുത്ത് സ്വിച്ചായി വരുവാണെങ്കിൽ പ്രോബ്ലംസ് വരാൻ തുടങ്ങും. പിന്നെ വേറൊരു ഹോബിയിലായി പോകും. പിന്നെ അതിന്റെ ഓർമ്മ, അതിന്റെ ഇതിനെ കുറിച്ച് ഓർമ്മ വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പൈലറ്റ് ആവാൻ അങ്കിളും വിഷ് ചെയ്യാം. വിഷ് യു ഓൾ സക്സസ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് become a pilot. Okay, become a commander. Okay. Commander. ATC. No, aviation. I mean pilot, commander. Commander പറയുന്ന ഫൈറ്റർ ജെറ്റിന്റെ കമാൻഡർ. അയ്യോ അതില്ല. സിവിലിലും ഉണ്ടല്ലോ കമാൻഡർ. സിവിൽ കമാൻഡർ ഉണ്ട്, എക്സ്പീരിയൻസ് പൈലറ്റ്. Yes. അതാവാൻ നിങ്ങളും ബ്ലസ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പോൾ ഒരു ബൈ പറയാം ക്യാമറ നോക്കി. ബൈ. ബൈ.